ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ ഇന്നിവിടെ ഒരു വാഴക്കൂമ്പ് തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ്. വാഴക്കൂമ്പിന് നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്നൊന്ന് കമന്റ് ചെയ്യണേ. ഇതിന് വളരെയേറെ പോഷക ഗുണമുണ്ട്. പണ്ട് നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരുമൊക്കെ വാഴക്കൂമ്പും വാഴപ്പിണ്ടിയും തൊടിയിൽ നിന്ന് കിട്ടുന്ന ഇലകൾ കൊണ്ട് കറി ഉണ്ടാക്കിയുമൊക്കെയാണ് കഴിച്ചിരുന്നത്. അവർക്കൊന്നും ഒരു അസുഖം ഉണ്ടായിരുന്നില്ല. വാഴക്കൂമ്പിന്റെ ചുണ്ട് ആദ്യം ചെത്തിക്കളയണം. ചെത്തിക്കളഞ്ഞിട്ട് 2 മിനിറ്റ് നേരം വെക്കണം. അതിന്റെ കറ പോകുന്നതിന് വേണ്ടിയാണ്. ഈ തോരനിൽ ഞാൻ ചേർക്കുന്നത് ഒരു സവാള കൊത്തിയിരിഞ്ഞത്, പിന്നെ മുതിര 2 സ്പൂൺ മുതിര എല്ലായ്പ്പോഴും എല്ലായിടത്തും കിട്ടണമെന്നില്ല, ഉഴുന്ന് ഉപയോഗിക്കാം. 1/4 കപ്പ് നാളികേരം, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾ, മുളകുപൊടി. ഇനി അടുപ്പ് കത്തിച്ച് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെക്കുക. ഞാൻ വിറകടുപ്പും ചീനച്ചട്ടിയും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കരുത്, കാരണം നമ്മൾ കൂമ്പിൽ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം കുക്കിങ്ങിന്റെ വിശദമായ വീഡിയോ ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്